അതെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. 1.5 വർഷത്തോളം ഞങ്ങൾ ഇതിന്റെ പുറകെ ജോലി പോലും കളഞ്ഞ് കയറി ഇറങ്ങി നടന്നു. എന്തിനാണ് പിന്നെ പോലീസ് എന്തിനാണ് ഇങ്ങനെ കൈ ഒഴിയാനാണ്? അവന് ഒരു കൂസലും ഇല്ല. കുറെ ആൾക്കാരുടെ ഗോൾഡ് ഇതുപോലെ പറ്റിച്ച് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു. അപ്പോഴേ എന്നെ ജാമ്യം എടുത്ത് രക്ഷപ്പെടാം. ഇത് നമ്മുടെ സ്ഥിരം പണിയാണ്. അവിടെ ഉള്ള ഒരു ലേഡിയെ വെച്ചിട്ടാണ് ഇപ്പൊ അനാമത്തിന്റെ ഗോൾഡുകളും കാര്യങ്ങളും എടുക്കുന്നത്. ട്രാവൽ ചെയ്തതെല്ലാം ഒരേ സമയത്ത് ഒരേ നേരം ഒരേപോലെ. നമസ്കാരം. കൊല്ലം ജില്ലയിലെ പത്തനാപുരം കേന്ദ്രീകരിച്ച് ശരിക്കും ഫിനാൻസ് നടത്തുന്നത്, ഫിനാൻസിന്റെ പേരിൽ വലിയ രീതിയിലുള്ള കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ഒരാളെ കുറിച്ചുള്ള വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കാണുന്ന ഫോട്ടോയിൽ ഉള്ള ആള് ജിനു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ പേരിൽ MJ ഫിനാൻസ് എന്ന പേരിൽ പത്തനാപുരത്ത് ഒരു ഷോപ്പ്, ഒരു ചെറിയൊരു കട നടത്തുന്നുണ്ട്. കടയെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഫിനാൻസ് ആണെങ്കിൽ പോലും അതിനൊരു തട്ടിക്കൂട്ട് സെറ്റപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ തട്ടിപ്പിന്, അതായത് കോടികളുടെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ തട്ടിപ്പിന് ഇരയായ കുറച്ച് പേരാണ് എന്റെ കൂടെ ഉള്ളത്. നിർഭാഗ്യവശാൽ എനിക്ക് ഇവരുടെ ആരുടെയും മുഖം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം പൈസ, അല്ലെങ്കിൽ അത്രത്തോളം സാമ്പത്തിക നഷ്ടം, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ അത്രയും മോശമാണ്. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ലക്ഷങ്ങളുടെ കടക്കാരായി, അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ബാധ്യതയുമായി നിൽക്കുന്നു ഈ ഒരാള് കാരണം. അപ്പൊ ഏതായാലും നമുക്ക് ഇവരോട് ചോദിക്കാം. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഥകൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം പുറമെ പറയാനുള്ള മറ്റൊരു കാരണം, ഇയാൾ പേരുള്ള ഒരു പെൺകുട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കളികൾ കളിച്ചതും സാമ്പത്തികം. പക്ഷെ ആ പെൺകുട്ടി ശരിക്കും നിരപരാധിയാണ്. ഇവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഇയാള് ഇന്നോ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല അല്ലേ? അല്ല, എന്റെ പ്രശ്നം 2020 മുതലുള്ളതാണ്. 2020 പണയം വെച്ചത്. അവിടെ പണയം വെച്ചിട്ട് 2021 പണയം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് പൈസ, അതായത് 4,60,000 രൂപയ്ക്ക് പണയം വെച്ചിട്ട് 5,20,000 രൂപ മുതലും പലിശയും അടക്കം തിരിച്ചടച്ച് പൈസ അടച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് സ്വർണം ഇവിടെയല്ല വേറൊരിടത്ത് വെച്ചേക്കുവാണ്, വൈകുന്നേരം കൊണ്ടുതരാന്ന് പറഞ്ഞു. അപ്പൊ അത് പറ്റില്ല, സ്വന്തം ഫിനാൻസ് സ്ഥാപനത്തിൽ വെക്കാറില്ല. പുതുവലിലെങ്ങാണ്ട് എവിടെയാ പുള്ളി വെക്കുന്നത്, അത് വൈകുന്നേരം എത്തിച്ചേരാന്ന് പറഞ്ഞു. സ്വന്തം സ്ഥാപനത്തിൽ വെക്കാത്തതിന് ചോദിച്ചില്ല. പുള്ളി പറഞ്ഞാൽ വേറെ കുറച്ച് പേരെയും കൂടെ സ്വർണം കൂടെ ചേർത്ത് പുള്ളി വേറെ ഒരിടത്താണ് വെക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഇല്ല, വൈകിട്ട് വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞു. പറ്റുകയല്ല, വേറെ ഒരു പ്രശ്നമില്ല, വൈകിട്ട് വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞു. ഇവിടെ ഞങ്ങള് വന്നു കഴിഞ്ഞിട്ട് അന്നേരം മുതലിരുന്ന് വിളിച്ച് വൈകുന്നേരം ആയപ്പോ ഒരു 40 ഗ്രാം കൊണ്ടു തന്നു. അപ്പൊ ബാക്കി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തു തരാം, അങ്ങനെ എടുത്തു തരാം ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ അവധി പറഞ്ഞ് മുന്നോട്ട് പോയി. അവസാനം പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ അവിടെ ചെന്ന് പരാതി പറഞ്ഞ് ഇവനെ വിളിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞപ്പോഴേ അവിടുത്തെ പോലീസുകാർ ചോദിച്ചു, ജിനു അവനടുത്ത് സ്ഥിരം പുള്ളിയാണല്ലോ, സ്ഥിരം ഇത് തന്നെ അവന്റെ പരിപാടി, ഇവന്റെ അടുത്തേക്ക് ആരും കൊണ്ടുപോയി പണയം വെക്കുമോ, നിങ്ങൾ എങ്ങനെ ഇവിടെ വന്ന് പെട്ടതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞതുപോലെ പരിചയത്തിന്റെ പേരിൽ പുള്ളിക്ക് ഹസ്ബൻഡിനോട് ആരാണ്ട് പറഞ്ഞു കൊടുത്ത് അങ്ങനെ വന്നതാണ്. അപ്പം കൊണ്ടുവന്ന് പണയം വെച്ചതുപോലെ മുതലടച്ചു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പുള്ളിക്കാരൻ ഓരോ പാർട്ടിക്കാരെ കൊണ്ടുവരും, എന്നിട്ട് ഇപ്പൊ തരാം എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം ഓരോ അവധി എഴുതി വെക്കും. വെള്ള പേപ്പറിനകത്ത് എഴുതി റവന്യൂ സ്റ്റാമ്പ് പൊട്ടിച്ച് 2 സാക്ഷികളെയും കൂടെ വെച്ചിട്ട് ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യം എഴുതി തരാം. അങ്ങനെ പലപ്പോഴായിട്ട് ഞാനും ഹസ്ബൻഡും കുഞ്ഞുമായിട്ട് എൻ്റെ വീട്ടിലൊക്കെ പോയി പ്രശ്നം ഉണ്ടാക്കി കയറി ഇറങ്ങി, വീട്ടിലും ഓഫീസിലും കയറി ഇറങ്ങി നടന്ന് ബാക്കി സ്വർണം വാങ്ങിച്ചെടുത്തു. ഇനി എനിക്ക് കിട്ടാനുള്ളതെന്ന് പറഞ്ഞ ഒരു 6 പവനാണ്. 6 പവൻ ലാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രശ്നമായി കഴിഞ്ഞപ്പോൾ 2 ചെക്ക് തന്നു. സ്വർണ്ണം ഇനി തരാൻ പറ്റത്തില്ല, അത് ഒത്തിരി എണ്ണം ഒരുമിച്ച് വെച്ചേക്കുന്നാണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ അന്നത്തെ വിലയ്ക്കുള്ള 2 ചെക്ക് തന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെക്ക് 2 റിട്ടേൺ ആയി. അങ്ങനെ റിട്ടേൺ കൂടെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ വണ്ടി ചെക്ക് തന്നെ പറ്റിച്ചു. അതോടെ റിട്ടേൺ ആക്കിക്കൊണ്ട് ഞങ്ങൾ പിന്നെ ഡയറക്റ്റ് കോടതിയിൽ കേസ് കൊടുക്കുമായിരുന്നു ചെയ്തത്. കേസ് ഇപ്പോഴും കോടതിയിൽ നിലവിലാണ്. കോടതിയിൽ സമൻസ് വന്നതൊന്നും അവൻ കൈപ്പറ്റാതെ നടക്കുകയാണ്. അപ്പൊ ഈ പത്തനാപുരം സ്റ്റേഷനിലോ അല്ലെങ്കിൽ അങ്ങനെ FIR സ്റ്റേഷനിൽ FIR എടുത്ത്, കാരണം പോയതേ ഉള്ളൂ. കാരണം സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞ ഇത് സ്വർണം സാമ്പത്തിക കേസിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും ഇവന്റെ കയ്യിൽ നിങ്ങൾ നയപരമായിട്ട് വാങ്ങിച്ചെടുക്കാന്ന് പറഞ്ഞാൽ 1.5 വർഷത്തോളം ഞങ്ങൾ ഇതിന്റെ പുറകെ ജോലി പോലും കളഞ്ഞ് കയറി ഇറങ്ങി നടന്നു. പിന്നെ അവസാനം ഗതി വിട്ടിട്ട് ഒരു രക്ഷയില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കോടതിയിൽ പോയത്. ഇപ്പൊ അവന്റെ ഒരു രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ സമൻസ് വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാതെ നടക്കാമല്ലോ, 3-4 എണ്ണം ഇങ്ങനെ വാങ്ങിക്കാതെ നടക്കാം. പിന്നെ അറസ്റ്റ് വാറണ്ട് വരുവാണെങ്കിൽ ഇനി അവൻ അപ്പോഴേ എന്നെ ജാമ്യം എടുത്ത് രക്ഷപ്പെടാം. ഇത് അവന്റെ സ്ഥിരം പണിയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പോലീസുകാരൊക്കെ തന്നെ പലപ്പോഴും നിസ്സഹായരാണ്. കാരണം സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതോ സ്വർണവുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള കേസുകളുമായി സമീപിക്കുന്ന എല്ലാവരോടും പോലീസുകാർ പറയുന്ന ഒരു മറുപടി ഇതാണ്: സ്വർണവും സാമ്പത്തികവുമായിട്ടുള്ള കേസുകൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തിനാണ് പിന്നെ പോലീസ് എന്തിനാണ് ഇങ്ങനെ കൈ ഒഴിയാനാണെങ്കിൽ അത്രത്തോളം സങ്കടം. 2025 ഏപ്രിൽ മാസമാണ് ഞാൻ ഇവരുടെ അടുത്ത് ഗോൾഡ് വെക്കുന്നത്. സ്റ്റാഫും പുള്ളിയുമായിട്ട് കാറിൽ വന്നിട്ടാണ് ഇടപാട് നടത്തുന്നത്. ഇസാഫ് ബാങ്കിൽ നിന്ന് പുള്ളിക്കാരൻ എന്റെ ഗോൾഡിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്റെ
130 വരുന്ന പിന്നെ ഗോൾഡ് അവിടുന്ന് റിലീസ് ചെയ്തെടുത്തോണ്ട് പോയി. അപ്പൊ ക്യാഷിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ഇന്നിപ്പോ സമയം പോയി, നാളെ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം അതിന്റെ ബാക്കി വന്ന തുച്ഛമായിട്ടുള്ള എമൗണ്ട് എനിക്ക് തന്നു. പിന്നീട് അങ്ങോട്ട് എന്റെ അടുത്ത് പുള്ളി പറഞ്ഞു ഞാൻ ബാംഗ്ലൂർ, എനിക്ക് വേറെ എന്തോ ബിസിനസ്സുകളുണ്ട്, ഇനി വരുന്ന ഇടപാടുകൾക്കെല്ലാം സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ പിന്നീടുള്ള ഇടപാടുകൾക്ക് സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്ത് 25 ഗ്രാം ഓളം ഞാൻ സ്റ്റാഫിന്റെ കൊടുത്തു. സ്റ്റാഫ് ഇതുകൊണ്ടെന്ന് പണയം വെച്ച് എനിക്ക് ഒരു ഓപ്പറേഷന്റെ ഒക്കെ ആവശ്യം വന്നപ്പോൾ ഞാൻ എന്തോ ചെയ്തു, എന്റെ ഗോൾഡ് തിരിച്ചു ചോദിച്ചു. ഞാൻ മറ്റുള്ള ആൾക്കാരുടെ കൂടെ വാങ്ങിച്ചു വെച്ച ഗോൾഡ് ആയതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു, എനിക്കത് എടുക്കേണ്ട സമയം വന്നപ്പോൾ ഞാൻ സ്റ്റാഫിനെ വിളിച്ചു. പുള്ളിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. സ്റ്റാഫിനെ വിളിച്ച് ഗോൾഡ് ചോദിച്ച സമയത്ത് പുള്ളി ഇവിടെ ഇല്ല, പുള്ളി എന്തോ ആവശ്യത്തിന് പോയേക്കുവാണ്, ഇപ്പൊ എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഈ സ്റ്റാഫിന്റെ വീട്ടിൽ പോയപ്പം എനിക്ക് അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലായി. ഈ സ്റ്റാഫുകളൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ അദ്ദേഹം നടത്തുന്നത്? സ്റ്റാഫിനെ കൊണ്ട് നടക്കുന്നു എന്നേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ നമ്മള് അവളോട് പറയുന്ന കാര്യങ്ങളാണ് അവൾ നമ്മളോട് പറയുന്നത്. അപ്പം പുള്ളിക്കാരി ഏകദേശം ഇതിനകത്ത് പെട്ടൊരവസ്ഥയായി. ഞാൻ ആദ്യം സംശയിച്ചായിരുന്നു. ഞാനൊരു ദിവസം ഇവരുടെ വീട്ടിൽ ചെന്ന സമയത്ത് അവർ പറഞ്ഞു സ്റ്റേഷനിൽ പോവാം, കാര്യങ്ങൾ എന്തുവാണെന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിയെ ഒരു ദിവസം വൈകിട്ട് വിളിച്ചു കഴിഞ്ഞപ്പം ഇത് പുള്ളി സ്റ്റാഫ് എടുത്തോണ്ട് വിറ്റെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ വന്നു പത്തനാറ് സ്റ്റേഷനിൽ ഒരു 7-8 തവണ കയറി ഇറങ്ങി സാധാ പരാതി കൊടുത്ത് അവരതിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടു. വീണ്ടും പോയി ഒരു പ്രയോജനമില്ല. ഒത്തുതീർപ്പൊന്നും ഒരു വക്കീലും അടുക്കുന്നില്ല. എന്തുവാണ് അവൻ ചെയ്യുന്നതിന്റെ ഗൗരവം പോലും അയാൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാ. അങ്ങനെ വന്നു, ഒരു നിവൃത്തിയില്ലാതെ വന്ന സിറ്റുവേഷനിലാണ് FIR ഇട്ട് കേസ് എടുത്തിട്ടുണ്ട്. എന്റെ ഇതില് FIR ഇട്ട് കേസ് എടുത്തിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. സ്ഥാപനം ഇല്ല. ലൈസൻസ് ആണെന്നും പറഞ്ഞ് എല്ലാരെയും കാണിക്കും എടുക്കും. ഒരു സ്ഥാപനം ഇല്ല. കാറേ നടന്നിട്ടാണ് ഇടപാടുകളെല്ലാം നടന്നത്. താങ്കൾക്ക് ഒരു ചീറ്റിംഗ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് ഇവന്റെ സ്റ്റാഫ് എന്ന് പറയുന്ന കുട്ടിയെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പൊ അങ്ങനെ ഞാൻ ഒരു കലഞ്ഞൂറുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും എന്റെ ഗോൾഡ് ഇവന്റെ സ്ഥാപനത്തിലേക്ക് മാറ്റി വെച്ചതാണ്. അതായത് കുറച്ച് കൂടുതൽ പൈസ കിട്ടാനെ കൊണ്ട് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അങ്ങനെ മാറ്റിവെച്ചു. ഞാൻ കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് അത് കൊടുത്തു. ആ സ്റ്റാഫ് എന്ന് പറഞ്ഞ കുട്ടിയാണ് എനിക്ക് ക്യാഷ് കൊണ്ട് തന്നത്. ഞാൻ ആ ഗോൾഡ് എടുത്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം എനിക്ക് എക്സ്ട്രാ ഒരു 10-15 രൂപ എനിക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തരികയും ചെയ്തു. അതിനുശേഷം അവർ പോയി. പിന്നെ ഞാൻ അതിന്റെ ബില്ല് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് മെസ്സേജ് അയക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ തരാം, ഞാൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവസാനം ഞാൻ ഈ വർഷം ലാസ്റ്റ് സമയമായപ്പോഴത്തേക്ക് ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ ഞാനും അമ്മയും കൂടെ പോയി. ഒരു പരിധിക്കപ്പുറത്തേക്ക് സംസാരവും കാര്യങ്ങളും ആയപ്പോഴാണ് ഈ സ്റ്റാഫ് എന്ന് പറയുന്ന ആളുടെ അമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ ജിനു എന്ന് പറയുന്ന ഒരാളുമായിട്ട് പ്രശ്നമാണ്, കേസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ പത്തനാപുരം പോലീസ് സ്റ്റേഷനുമായിട്ട് എടുക്കുകയും ചെയ്തപ്പോഴാണ് ഇതിനു മുമ്പ് സംസാരിച്ചത്. പിന്നെ എൻ്റെ തന്നെ ഒരു കസിൻ സിസ്റ്റർ ആയിട്ടുള്ള അങ്ങനെ കുറെ ആൾക്കാരുടെ ഗോൾഡ് ഇതുപോലെ ഇവൻ പറ്റിച്ച് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞത്. അങ്ങനെ അവസാനം പറഞ്ഞു എന്റെ ഗോൾഡ് ജിനുവിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ജിനു സമ്മതിക്കുന്നില്ല. അപ്പൊ അവസാനം പറഞ്ഞു ഇവൻ വന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാനെ കൊണ്ട് ഇവരുടെ ലൊക്കേഷൻ എടുത്തു. ആ ലൊക്കേഷൻ എടുത്തപ്പം അപ്പൊ അവൻ പറഞ്ഞു ആ ലൊക്കേഷനിൽ ജിനു ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഗോൾഡ് ജിനു എനിക്ക് തിരിച്ചു തരാമെന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്, പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ട്, അവന്റെ വക്കീലിന്റെ മുമ്പിൽ വെച്ചിട്ട്, മറ്റുള്ള എല്ലാ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഉറപ്പ് പറഞ്ഞതാണ്. ആ ഉറപ്പ് പറഞ്ഞതിന് ശേഷം ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞപ്പം പത്തനാപുരത്ത് നിന്ന് ഇവന്റെ സ്റ്റാഫ് എന്ന് പറയുന്ന കുട്ടിയും ജിനിയും കലഞ്ഞൂര് വന്നതും ഇവർ വെയിറ്റ് ചെയ്തതും ഇവരുടെ കോൾ ലിസ്റ്റും കാര്യങ്ങളും മൊത്തം ഇവർ ട്രാവൽ ചെയ്തതെല്ലാം ഒരേ സമയത്ത് ഒരേ നേരം ഒരേപോലെ അതെല്ലാം കിട്ടിയിട്ട് അവനപ്പം പറഞ്ഞത് അവനൊരു മരണത്തിന് വന്നു എന്നാണ്. അതിനായിട്ട് അവനൊരു കള്ളസാക്ഷിയും കൂടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ എൻ്റെ കൂടെ അന്ന് മരണത്തിനുണ്ടായിരുന്ന ഒരാളാണ്. ഇവൻ പറയുന്ന ഒരു കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവൻ ഒരു കാര്യം പറഞ്ഞ് പിന്നെ നമ്മളത് ചോദിക്കുമ്പോൾ ഇവൻ അത് മാറ്റി പറയും. ആദ്യം ഞാൻ ഇവന്റെ കൂടെ ഇവനെ വിശ്വസിച്ച് ഇവൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവന്റെ കൂടെ ട്രാവൽ എടുക്കുക എല്ലാം ചെയ്തതാണ്. ഇവൻ ഒന്നാമത്തെ കാര്യം സ്ത്രീകൾക്കുള്ള പെരുമാറ്റം വളരെ മോശമാണ്. ഈ കുട്ടിയെടുത്ത് ഇവൻ അയച്ചിരിക്കുന്ന മെസ്സേജുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുകയും നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം അവൻ കൂടുതലും സ്വർണം ഗോൾഡിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊല്ലമ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അവിടെയാണ് ഇപ്പൊ അവന്റെ ഒരു പുതിയ സ്റ്റാഫ് ഉള്ളതും. അവിടെ ഉള്ള ഒരു ലേഡിയെ വെച്ചിട്ടാണ് ഇപ്പൊ അവിടുത്തെ ഗോൾഡുകളും കാര്യങ്ങളും എടുക്കുന്നത്. അവിടെ ഉള്ളവരും പറ്റിക്കപ്പെടാതിരിക്കണം. മാക്സിമം അവിടെ ഗോൾഡ് ആരൊക്കെയാണോ അവന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളത് അവർ എത്രയും പെട്ടെന്ന് അത് നോക്കാനെ കൊണ്ടുള്ള കാര്യം നോക്കണം. അതെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം വെച്ചാൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകാരെ പിടികൂടാനാണ് ഇവിടുത്തെ പോലീസും സംവിധാനവും എങ്കിൽ എന്തുകൊണ്ടാണ് പോലീസ് ഇയാളെ ഇതുവരെയും അറസ്റ്റ് ചെയ്തത്? അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പരാതിക്ക് മേൽ കൃത്യമായ രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നത്? പല ആളുകളും അവരുടെ സ്വന്തം
അവരുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ സ്വർണം അല്ലെങ്കിൽ അവരുടെ പണം ഇവരൊക്കെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും അല്ലെങ്കിൽ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനായിരിക്കും അവർ ഇങ്ങനെയുള്ള ഫിനാൻസുകാരെ ഏൽപ്പിക്കുന്നതും അതുവഴി അവർക്ക് അവർ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വഞ്ചിക്കപ്പെടുന്നത്? ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരുപാട് കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒടുവിലായി ഈ ജിനു എന്ന് പറയുന്ന ഈ വ്യക്തിയെയും, കാരണം ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ഇത്തരത്തിൽ ആരെങ്കിലും ഇതുപോലെ തട്ടിപ്പിനിരയായിട്ടുണ്ടെങ്കിൽ, ഇയാളുടെ തട്ടിപ്പിനിരയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. ഞങ്ങൾ ഏതായാലും സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് സമഗ്രമായ അന്വേഷണമാണ്. ഇവർ മാത്രമല്ല, ഇനിയും തട്ടിപ്പിനിരയായ നിരവധി പേരുണ്ട്. അവരിലേക്കാണ് ഞങ്ങൾ പോകുന്നത്.